പത്തനംതിട്ട കോന്നിയിൽ വാഹനമിടിച്ചൊരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വാഹനവും പ്രതിയെയും കണ്ടെത്തി. പൂവൻപാറ കൈതവന വീട്ടിൽ മാത്യു വർഗീസ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കാർ കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടുകയും ചെയ്തത്. അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അമൽ, ഇപ്പോൾ ഈ അപകട മരണമുണ്ടാകുന്നു, അതിനുശേഷം നിർത്താതെ പോകുന്നു, പിന്നാലെ പ്രതിയെയും വാഹനത്തെയും ഒക്കെ കണ്ടെത്തുന്നു, ഒരു കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെടുന്നു, മറ്റിടത്ത് മറ്റൊരാൾ പ്രതിയാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പല വിധേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പത്തനംതിട്ട കോന്നിയിൽ നിന്ന് ഇത്തരമൊരു സംഭവം പുറത്തു വരുന്നത്. അനുശ്വര, പൂവൻപാറ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത്. 2-ാം തീയതിയായിരുന്നു അപകടം. ഈ അപകടം ഉണ്ടാകുന്നത് രാത്രി 11 മണിക്ക്. അപകടം ഉണ്ടായ സമയത്ത് അവിടെ ഈ ഇടിച്ചിട്ട വാഹനം അപകടം പറ്റിയ ആളെ രക്ഷിക്കാൻ തയ്യാറാകാതെ ആ വാഹനം അവിടെ നിന്നും പോവുകയായിരുന്നു. പിന്നീട് ഈ വാഹനം ആരുടേതാണ്, എവിടേക്കാണ് ഈ വാഹനം പോയത് എന്നുള്ള വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ അപകടം നടന്ന സ്ഥലത്ത് CCTV ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന് ഇതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ വലച്ച കാര്യം. പിന്നീട് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഈ ഒരു വാഹനത്തിൻ്റെ ചെറിയൊരു ഭാഗം ലഭിച്ചു. അത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതൊരു I-20 വാഹനമാണ് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു I-20 വാഹനം അതുവഴി കടന്നു പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ഇതിൽ ഒരു വാഹനം ഒരു I-20 വാഹനമാണ് എന്നും അതിൻ്റെ ഉടമ ആര് എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമായി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് മൂവാറ്റുപുഴയിൽ നിന്നും 32-കാരനായ അനൂപ് എന്ന് പറയുന്നയാളെ പിടികൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാഹനം നിർത്താതെ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അറിയേണ്ടതുണ്ട്. മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണോ നിർത്താതെ പോയത് എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഈ വാഹനാപകടം ഉണ്ടായ സമയത്ത് ഇതിൽ ഏറ്റവും ദാരുണമായ കാര്യമെന്ന് പറയുന്നത് ഈ വാഹനാപകടം ഉണ്ടായി നിലത്ത് കിടന്നയാളെ ആശുപത്രിയിൽ കോന്നി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഈ മരണപ്പെട്ട ശേഷം ഈ മരിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് പാടുപെട്ടു, ആശുപത്രി അധികൃതർ പാടുപെട്ടു. കാരണം അപകടത്തിൽ മുഖം പൂർണ്ണമായും തകർന്നു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ്. അപകടത്തിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.